ഇനി നെക്സ്റ്റ് നമ്മുടെ RRB കട്ട് ഓഫ് ആണ്. അതിൽ 2024 വരുമ്പോൾ 100 വേക്കൻസീസ് ആണ് നമുക്ക് RRBയുടെ ക്ലർക്കിന് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ബാങ്ക് എക്സാമുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. കൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കട്ട് ഓഫ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന IBPS RRB തൊട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വരുന്ന എക്സാം ഏതാണ്? IBPS RRB ആണ്. അപ്പോൾ ഈ IBPS RRBയുടെ PO ആൻഡ് ക്ലർക്കിൽ വരുന്ന പ്രീവിയസ് ഇയറിൽ നമുക്ക് നടന്നിട്ടുള്ള എക്സാമുകളുടെ കട്ട് ഓഫ് അനാലിസിസ് ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് വേക്കൻസീസ് കാര്യങ്ങളൊന്നും ഈ വർഷത്തെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് കഴിഞ്ഞ വർഷത്തെ വേക്കൻസി വെച്ചിട്ട് എത്രയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ, അതായത് 23-24 കട്ട് ഓഫാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ, ആദ്യം IBPS RRB POയുടെ കട്ട് ഓഫ് ആണ്. അതും 2024 കട്ട് ഓഫ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2024 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് POയ്ക്ക് കേരള ഗ്രാമീൺ ബാങ്കിന് 195 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് 80 വേക്കൻസീസ് ആണ് ഈ പറയുന്ന UR കാറ്റഗറിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ SC ആണെങ്കിൽ 29, ST ആണെങ്കിൽ 14, നെക്സ്റ്റ് EWSന് 19, OBC ആണെങ്കിൽ 53. അങ്ങനെ നമുക്ക് 195 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എത്രയായിരുന്നു നമുക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ്? നമുക്ക് 2024 POയുടെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു. അതായത് 50 റേഞ്ച് ആയിരുന്നു. 50-നും 55-നും ഇടയിൽ ആണ് നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 53 ആയിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്നത്, നമ്മുടെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മെയിൻസിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ നമ്മൾ കേരളയാണല്ലോ നോക്കേണ്ടത്. അപ്പം കേരളയിൽ വരുമ്പോൾ 72.25 ആണ് ജനറൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് 2024 മെയിൻസിലെ കട്ട് ഓഫ് ആണ്. ഇനി ഓരോ സ്റ്റേറ്റുകളുടെ നോക്കിയാലും നമുക്ക് നോക്കിക്കേ, ഒരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 60 റേഞ്ച് അല്ലേ, ഒരു 55-ന് മേലെ നമുക്ക് വരുന്നുണ്ട്. കണ്ടോ, 55.63 തൊട്ട് നമുക്ക് ഏറ്റവും, അതുപോലെ 38.75 വരുന്നുണ്ട് തെലങ്കാനയ്ക്ക്. പിന്നെ നമുക്ക് ഏറ്റവും അപ്പർ എന്ന് പറയുന്നത് ഒരു 78 റീജിയനിലാണ് നമുക്ക് പിന്നെ വരിക. അപ്പോൾ അതിൽ കേരളത്തിലെന്ന് പറയുന്നത് 72.25 ആണ്. ഇത് 195 വേക്കൻസീസ് ആണ് ഈ ഒരു കട്ട് ഓഫ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് മെയിൻസിലെ കട്ട് ഓഫ് ആണ്, ഇത് പ്രിലിംസിലെ കട്ട് ഓഫ് ആണ്. അപ്പം ടോട്ടൽ നമുക്ക് 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 53 ആയിരുന്നു, നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 53 ആയിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു 2024. 2024 നമുക്ക് എങ്ങനെയായിരുന്നു ആ ഒരു മെയിൻസിൽ വന്നിട്ടുള്ള ക്വാളിഫയിങ് സ്കോർ നമുക്ക് ജസ്റ്റ് നോക്കാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് ഇപ്പോൾ റീസണിങ്ങിനാണെങ്കിൽ 40 ആയിരുന്നു നമുക്ക് മാക്സിമം സ്കോർ ഉണ്ടായിരുന്നത്. അതിൽ 3.75 ആണ് SC, ST, OBC, PWD ക്വാളിഫയിങ് സ്കോർ 3.75. അതായത് നമുക്കിപ്പോൾ ഓരോ ടോപ്പിക്സ് അല്ല, ഓരോ സബ്ജക്റ്റിനും നമുക്ക് ക്വാളിഫയിങ് സ്കോർ ഉണ്ട്. അതായത് ഇത്ര മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെക്ഷന് ക്വാളിഫൈഡ് ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ജനറൽ ആൻഡ് EWS ആണെങ്കിൽ റീസണിങ്ങിന് 6 മാർക്കായിരുന്നു ക്വാളിഫയിങ് നേച്ചർ. ഇനി കമ്പ്യൂട്ടർ നോളജ് ആണെങ്കിൽ 7 മാർക്കായിരുന്നു EWS ആൻഡ് ജനറൽ വന്നിട്ടുണ്ടായിരുന്നു ക്വാളിഫയിങ്. അതുപോലെ GAക്ക് ആണെങ്കിൽ 1.75 ആയിരുന്നു. ഇംഗ്ലീഷ് ആണെങ്കിൽ 11 ആയിരുന്നു. നെക്സ്റ്റ് QA ആണെങ്കിൽ 5.50 ആയിരുന്നു. അതായത് ഇത് ക്വാളിഫയിങ് സ്കോർ മാത്രമാണ്. ഇതിൽ നിന്നും ഇപ്പോൾ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. ഇതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ് വൈസ് വരുന്ന കട്ട് ഓഫ്. അത്രേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ സ്കോർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മേലെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് വന്നിട്ടുള്ളത് 72 പോയിന്റ് സംതിങ് ആണ് നമുക്ക് അവിടെ മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമ്മുടെ കട്ട് ഓഫ് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് 2023 നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കട്ട് ഓഫ് ആണ്. അതിൽ 2023 പ്രിലിംസിലാണെങ്കിൽ
155 വേക്കൻസീസ് ആണ് നമുക്ക് ഉള്ളത്. 155 വേക്കൻസീസ് ആണ് പിയോടെ എന്താണ് കട്ട് ഓഫ് അല്ല വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി പ്രിലിംസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഒരു 55 to 60 റേഞ്ചിലായിരുന്നു നമുക്ക് പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇനി മെയിൻസിന്റെ കട്ട് ഓഫ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കേരള ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കേരള 66 അല്ല, ഇവിടെ നമുക്ക് വരുമ്പോൾ 72.69. അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. 2023 നോക്കിയാലും നമുക്ക് ഏകദേശം ഒരു 72 തന്നെയാണ്, 72 റേഞ്ചിൽ തന്നെയാണ് നമുക്ക് എവിടെ വരുന്നത്, അവിടെ വന്നില്ല. അപ്പം വേക്കൻസീസ് നോക്കാൻ 195ഉം 155ഉമാണ്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വേക്കൻസി കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിക്കുള്ള മെയിൻസ് കട്ട് ഓഫ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് അപ്പം ഈ വർഷം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്തുനിന്ന് അനലൈസ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മുടെ RRB കട്ട് ഓഫ് ആണ്. അതിൽ 2024 വരുമ്പോൾ 100 വേക്കൻസീസ് ആണ് നമുക്ക് RRBയുടെ ക്ലർക്കിന് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലർക്കിന് 100 വേക്കൻസീസ് ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതായത് കേരള ഗ്രാമീൺ ബാങ്കിന് 100 വേക്കൻസീസ് ആണ്. നമുക്ക് ഏകദേശം ഒരു 74 റേഞ്ച്, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 74 റേഞ്ചിനായിരുന്നു നമുക്ക് അവിടെ എന്താണ് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇനി മെയിൻസിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ URൻ്റെ കട്ട് ഓഫ് വന്നിട്ട് 65.53. ഇതാണ് ക്ലർക്കിൻ്റെ മെയിൻസിൽ വരുന്ന കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 2024 ക്ലർക്കിൽ വന്നിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ്. ഇനി 2023 വരുമ്പോൾ ഇവിടെ 430 വേക്കൻസിയാണ്. നേരത്തെ 2024 എനിക്ക് 100 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ 430 വേക്കൻസിയാണ്. അതും നമുക്ക് ഏകദേശം 70 റേഞ്ചിൽ തന്നെയായിരുന്നു. 72, അതായത് എബോവ് 70 റേഞ്ച് തന്നെയായിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ. യെസ്, 69.75, അതായത് 70 റേഞ്ച് തന്നെയാണ് നമുക്ക് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 69.75. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഇതിൻ്റെ മെയിൻസ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നേരത്തെ എത്രയാണോ പറഞ്ഞത് അതേ റേഞ്ച് തന്നെയാണ് നമുക്ക് മെയിൻസിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ട് ഓഫ് നല്ലപോലെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി ഈ വർഷം നമുക്ക് എത്ര വേക്കൻസി വരും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല, കാരണം നോട്ടിഫിക്കേഷൻ നമുക്ക് റിലീസ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ 72 കഴിഞ്ഞ വർഷം നമുക്ക് POയ്ക്കായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ക്ലർക്കായിരുന്നാലും ഏകദേശം അത്രയും ലെവലിൽ നമുക്ക് മെയിൻസിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ പ്രിലിംസിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് കടക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അതായത് എബോവ് ഒരു 65 സ്കോർ ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി ക്ലർക്കിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് 76, 78 വരെ, അതായത് 80ക്ക് 76, 78 വരെ കട്ട് ഓഫ് പോയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോഴും 80 ഔട്ട് ഓഫ് 8 മേടിക്കുന്ന രീതിയിൽ ഇപ്പോൾ സെക്ഷണൽ കട്ട് ഓഫ് കൂടെ, സെക്ഷണൽ ടൈമിംഗ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 80 ഔട്ട് ഓഫ് 8 നമ്മൾ മേടിക്കുന്ന രീതിയിൽ തന്നെ അത്രയും തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ അത് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എടുത്ത് നിങ്ങളത് ചെയ്ത് അത് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് തെറ്റ് വന്നത് അതിനെ അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കട്ട് ഓഫ് ഡീറ്റെയിൽസിനകത്ത് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മുടെ എൻട്രിയിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ IBPS ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, IBPSന് വേണ്ടിയിട്ട്, അതുപോലെ IBPS RRBക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് എക്സാംസിൻ്റെ കോഴ്സ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എൻക്വയറി നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തേക്കും. ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ സെഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിന് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.